അന്ധനായ ഒരു മകൻ. അവന് തണലായി അവൻ്റെ അപ്പൻ മാത്രം. അന്ധത എന്ന വൈകല്യം അവൻ്റെ ജീവിതത്തെ ഇരുട്ടിലാക്കുമ്പോഴും അവന് വെളിച്ചം പകരാൻ ഒപ്പമുള്ളത് അപ്പനാണ്, ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി. ഒരു ചായ. എന്തായി ഇന്നത്തെ വാർത്തകളൊക്കെ? നല്ല നല്ല വാർത്തകളെ കേൾക്കാൻ കുഴപ്പമില്ല. റേഡിയോ ഒന്നും വെച്ചില്ലേ? വായിക്കാണ്. തോന്നുന്നു എങ്ങനെയുണ്ട് പാടത്തേക്കോളാ? നമ്മളെ BJP അധ്യക്ഷൻ നദ്ദ അയാള് ഇപ്പൊ വിടാനുണ്ടെന്ന്. നമുക്കറിയില്ലേ കളിക്കാറില്ലേ? കളിക്കാൻ ഒരു പഴംപൊടി വരട്ടെ. ചേച്ചി ആ പഴം എടുത്താണ്. ഞാൻ സർവകക്ഷി യോഗമെന്ന് BJP-യുടെ. അതൊക്കെ എങ്ങനെ നടക്കുന്നു? നമ്മളെ പോയിട്ട് കാര്യമില്ല. അത് തന്നെ നമ്മളെന്തൊക്കെയാ കേട്ടിരിക്കുന്നു. ഇത്തവണ ആര് ഭരിക്കും? എനിക്ക് തോന്നുന്നു LDF ആയിരിക്കാൻ സാധ്യത. ശരിയാ, നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് തന്നെ, ആര് ഭരിച്ചാലും നമുക്കൊന്നും ഇല്ലല്ലേ. ആ എങ്കിൽ ഞാൻ അങ്ങനെ ചെല്ലട്ടെ. ശരിയാ. ചേട്ടാ ശരി എന്നാ. മോനെ എഴുന്നേക്ക്, ഇത് എത്ര നേരമായി കിടക്കണ്? വാ, പല്ല് കേക്ക് പെട്ടെന്നാവട്ടെ. വാ, എഴുന്നേറ്റ് വാ. പെട്ടെന്ന് വാ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ? ആ പോണം. കുറവുകളോടെയാണെങ്കിലും തനിക്ക് ദൈവം തന്ന ദാനത്തിന് നന്ദി പറയുവാനായി പൗലോസ് തൻ്റെ മകനുമായി എന്നും ദേവാലയത്തിൽ പോകുമായിരുന്നു. ഒരിക്കൽ പരിചിതനായ ഇടവക വികാരി ഫാദർ ജോസഫ് പൗലോസുമായി സംസാരിക്കുകയും മകൻ്റെ ഉന്നമനത്തിനായി ദൂരെയുള്ള സെമിനാരിയിലെ ആത്മീയ ഗുരുവിനെ കാണുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു.
എൻ്റെ പൊന്നെ 24 മണിക്കൂർ നീ എന്തെന്നാ കാണിക്കുന്നത്? എല്ലാം മറച്ചിടുന്നു. ഇത് ചിറ്റപ്പ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നേ? മോനെ നീ എവിടെയാ? ഇവിടെ ഇരിക്കണം. അയ്യേ കരയാണ്. എന്ത് പറ്റി മോനെ? ചേട്ടൻ വഴക്കുറഞ്ഞോണ്ടാണോ? അപ്പ എനിക്ക് വയ്യപ്പ, ഞാൻ മടുത്തപ്പ, എനിക്ക് വയ്യ. ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാപ്പ നമ്മുടെ ഈ വീട്ടിൽ സംഭവിക്കുന്നു. എനിക്ക് വയ്യ, ഞാൻ മടുത്തു. എനിക്ക് വയ്യപ്പ, ഞാൻ മടുത്തപ്പ. മോനെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പനില്ലേ, ഒരു കുഴപ്പവുമില്ല. എല്ലാ പ്രതിസന്ധിയിലും അപ്പനുണ്ടാവും എപ്പോഴും. എന്താ ഏട്ടാ? തോമസ് അച്ഛൻ. EG തോമസ് അച്ഛനോ? നേരെ പോയാൽ മതി. ചേട്ടൻ്റെ കാര്യം ചെയ്യും, ഇവിടെ നിൽക്കും, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. തൻ്റെ ഇടവക വികാരിയുടെ നിർദ്ദേശത്തിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കിയ പൗലോസ് ദൂരെയുള്ള ആത്മീയ ഗുരുവിനെ തേടിച്ചു. അവർ പരസ്പരം സംസാരിച്ചു. പൗലോസ് സ്നേഹം നിറഞ്ഞ ഹൃദയമുള്ളവരാണെന്നും അതിനേക്കാൾ ഉപരി നല്ലൊരു പിതാവുമാണെന്ന് ആ ആത്മീയാചാര്യൻ മനസ്സിലാക്കുന്നു. മകൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ മാറ്റം വരുവാൻ പൗലോസ് കുറച്ചുനാൾ മാറി നിൽക്കണമെന്നും മകനെ അവൻ സ്വന്തം കാര്യം നേടാൻ പ്രാപ്തനാക്കണമെന്നും അദ്ദേഹം പൗലോസിനോട് നിർദ്ദേശിച്ചു. മാത്രമല്ല, പൗലോസിന് എന്നും മകൻ്റെ ഒപ്പമായിരിക്കാൻ സാധിക്കില്ലെന്നും ഒരിക്കൽ അവൻ ഒറ്റക്കാവുമ്പോൾ അവൻ തളരാതിരിക്കാൻ ഇപ്പോൾ തന്നെ സ്വന്തം കാര്യം നേടാൻ അവനെ പ്രാപ്തനാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അച്ഛൻ്റെ നിർദ്ദേശം വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച പൗലോസ് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഹൃദയം തകർക്കുന്ന വേദനയുണ്ടെങ്കിലും ആ പിതാവ് ആത്മീയ ഗുരു പറഞ്ഞ വാക്കുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രി പൗലോസ് ഡയറി എടുത്ത് ഇപ്രകാരം എഴുതി: സമയമായിരിക്കുന്നു. എൻ്റെ മകൻ, അവൻ എനിക്ക് ആരെയുംകാൾ വലുതാണ്. അവൻ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ സമയം വന്നിരിക്കുന്നു. ഞാനില്ലാതെ അവന് ഇന്നൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എഴുന്നേൽക്കാനോ നടക്കാനോ മറ്റെന്തു കാര്യത്തിനും എന്നെ കൂടാതെ അവനാവില്ല. എന്നാൽ ഈ സ്ഥിതി മാറണം. അന്ധതയെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറിയ എത്രയോ പേരുടെ കഥകളാണ് ആ ആത്മീയ ഗുരുവെന്ന് പറഞ്ഞു തന്നത്. അതുപോലെ എൻ്റെ മകനും ജയിക്കണം, ജയിച്ചേ തീരൂ. പൂർണ്ണമായും എനിക്ക് അവനെ വിട്ടകലാനാവില്ല. പക്ഷേ അവനറിയാതെ ഞാൻ അവൻ്റെ അരികിൽ തന്നെ കാണും. അവൻ്റെ ഓരോ നോവും നേട്ടവും നിറകണ്ണുകളോടെ ഞാൻ കാണണം. അപ്പാ, 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 എവിടെയാണപ്പാ? പേടിയാണപ്പാ. അപ്പാ, അപ്പാ.
അപ്പാ അപ്പാ അവനിപ്പോൾ സന്തോഷത്തിലുണ്ട്. നേടാനാവില്ല എന്ന് കരുതിയതൊക്കെ നേടി. പക്ഷേ ഒറ്റ ദുഃഖം മാത്രം, അച്ഛനുണ്ടായിരുന്നെങ്കിൽ. അപ്പോഴാണ് അച്ഛൻ കടന്നു വരുന്നത്. സ്വന്തം മകൻ അവൻ താനില്ലാതെയും നേട്ടങ്ങളിലെത്താം എന്നവൻ തെളിയിച്ചിരിക്കുന്നു. അച്ഛനിത് മറക്കാനാവാത്ത നിമിഷമാണ്. കാരണം തൻ്റെ മകൻ ഇനി ജീവിതത്തിൽ പരാജിതനാവില്ല. ഇവിടെ ഒരനുമോദന സമ്മേളനം നടക്കുകയാണ്. വേദിയിൽ വിശിഷ്ടരായ വ്യക്തികൾക്ക് സമീപം അവനിരിക്കുന്നു, പൗലോസിൻ്റെ മകൻ. ഇന്ന് അവൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷമാണ് അരങ്ങേറുന്നത്. അവൻ്റെ പേരും ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതിയിരിക്കുന്നു. അന്ധതയെ അതിജീവിച്ച അവനിന്ന് പ്രശസ്തിയുടെ മകുടം ചൂടിയിരിക്കുന്നു. ഏവരാലും എന്തിന് സ്വയമേ പോലും തിരസ്കരിക്കപ്പെട്ട അവനെ ഓർത്ത് രാജ്യമെന്ന് സന്തോഷിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ പ്രഥമ കാഴ്ച പരിമിതരുടെ ലോകകപ്പിലേക്ക് അവനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വിജയം അവൻ്റെ മാത്രമല്ല, അവൻ്റെ അച്ഛനും കൂടി അർഹതപ്പെട്ടതാണ്. കാരണം അവൻ്റെ ഓരോ ജയപരാജയങ്ങളിലും അവനെ ചേർത്ത് പിടിച്ചത് അവൻ്റെ അപ്പനാണ്. 2021 ആഗോള തിരുസഭ ഈ വർഷം വിശുദ്ധ യൗസേ പിതാവിനെ സ്മരിക്കുന്നു. ഈ ഷോർട്ട് ഫിലിമും പ്രതിനിധീകരിക്കുന്നത് ഒരപ്പനെയാണ്. ആരാലും അറിയപ്പെടാതെ പോയ യൗസേ പിതാവിനെ പുലർത്താൻ സ്വന്തം മകൻ രക്ഷപ്പെടുവാനായി വളരെയേറെ ത്യാഗം സഹിച്ച് പകലന്തിയോളം അധ്വാനിച്ച് ഹൃദയം തകർന്ന വേദന നൽകിയ നിമിഷത്തിൽ അടിപതറാതെ നിന്ന് ചങ്കൂറ്റമുള്ളൊരു അപ്പൻ്റെ കഥ. ഞങ്ങളുടെ ഈ ചെറുചിത്രം ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അപ്പന്മാർക്ക് സമർപ്പിക്കുന്നു.